അങ്ങനെ ഫൈനലി നമ്മുടെ OnePlus 11 ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് റിവ്യൂ വീഡിയോ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ബോക്സിൽ നോക്കാം. ഫ്രണ്ടിലായിട്ട് OnePlus എന്നും ഹാസൽബ്ലാഡ് എന്നും സൈഡ് ഭാഗത്തായിട്ട് ഓപ്പോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ OnePlusൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 16 GB റാമും 256 GB സ്റ്റോറേജും വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നും ബാക്കി കണ്ടൻസ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ചെറിയ റിവ്യൂ വീഡിയോയും കൂടി ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നെവർസിറ്റിലിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. സൈഡിൽ OnePlusൻ്റെ ഒരു ലോഗോയും കാണാനായിട്ട് പറ്റും. ഇവിടെ OnePlusൻ്റെ 11 എന്ന് പറയുന്ന 11ൻ്റെ ഒരു ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാർജർ കാണാനായിട്ട് പറ്റും. ഇതൊരു 100 വാട്ട്സിൻ്റെ വയേർഡ് ചാർജറാണ്. ആൻഡ് നമ്മുടെ ഇപ്പോഴും കിട്ടുന്ന പോലെ തന്നെ OnePlusൻ്റെ പ്രീമിയം റെഡ് കേബിളും കൂടി ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് ഷെല്ലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോഴും ഒബ്വിയസ്ലി വരുന്ന പോലെ തന്നെ നമ്മുടെ കേസും കുറച്ച് ഡോക്യുമെൻറ്റേഷൻസും മാത്രമാണ്. സോ ഇവിടെയായിട്ട് നമ്മുടെ കേസ് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്, കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 2023 കുറച്ച് ഒഫീഷ്യൽ പുതിയതായിട്ട് ഇറക്കിയ കുറച്ച് ഒഫീഷ്യൽ സ്റ്റിക്കേഴ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരുന്ന OnePlusൻ്റെ തന്നെ OnePlus എഴുതിയിട്ടുള്ള ലോഗോ കൊടുത്ത കുറേ സ്റ്റിക്കേഴ്സാണ്. ഈ പ്രാവശ്യം നല്ല കിട്ടുന്ന സ്റ്റിക്കേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു OnePlus. ആൻഡ് നമുക്കിവിടെ ചെറിയ കാർഡിനകത്ത് ഓപ്പോയുടെ കുറച്ച് ബ്രാൻഡിങ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എഴുതിക്കൊണ്ട് ചെറിയ ഒരു കാർഡും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സിലിക്കൺ ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമ്മുടെ എന്താ പറയുക സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. സോ നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. സോ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കാം. സോ ഇതാണ് അതിൻ്റെ കേസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലിക്കൺ കേസാണ്. ഇത് TPU ഹാർഡ് കേസ് അല്ല, ഒരു നോർമൽ സിലിക്കൺ കേസ് തന്നെയാണ്. എപ്പോഴും നമുക്ക് സ്മാർട്ട് ഫോൺസിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് നമ്മുടെ OnePlusൻ്റെ OnePlus 11 എന്ന് പറയുന്നത് ദി മോസ്റ്റ് ഹൈപ്ഡ് സ്മാർട്ട് ഫോണാണത്. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളർ ഒരു ഗ്രീൻ വേരിയൻ്റ് ആണ്. ഇത് ഗ്ലാസ് മെറ്റീരിയൽ വരുന്ന ഒരു ഗ്രീൻ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ബ്ലാക്ക് കളറും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ബാക്ക് നമ്മൾ കിടലൻ ഗ്ലാസ് മെറ്റീരിയലാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ പിടിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് പോലെയാണ് ഈ ഒരു ഡിവൈസ് ഇരിക്കുന്നത്. സോ എന്തായാലും നല്ലൊരു കിടലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. നല്ലൊരു കിടലൻ സ്മാർട്ട് ഫോണാണ്. എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡിസൈനും എല്ലാം കൊള്ളാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ളൊരു കിടലൻ എന്താ പറയുക ഒരു ഫുൾ റിവ്യൂ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ റിവ്യൂ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് സൈനിങ് ഓഫ്. ബൈ.